എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു മധുരൈ സ്പെഷ്യൽ ചിക്കൻ കറി ദോശ. കറി എന്ന് പറഞ്ഞാൽ ഇറച്ചി എന്നാണ് ഉദ്ദേശിക്കുന്നത്. മധുരയിൽ ഇത് സ്പെഷ്യലാണ്. അപ്പോൾ അതാ വളരെ എളുപ്പത്തിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതാ അതിന് എന്തെല്ലാം വേണ്ടതെന്നൊന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. അതിനായിട്ട് ഒരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയുള്ളി, ഒരു ചെറിയ വലിയുള്ളിയാണ്, അധികം വലിപ്പമുള്ളതൊന്നുമല്ല. ഞാൻ ഒരു 1/4 കിലോ ഇറച്ചിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഒരു വലിയുള്ളിയേ വേണ്ടു. പിന്നെ ഒരു 3 ചെറിയ പച്ചമുളക്, അധികം എരിവൊന്നും ഇല്ലാത്തതാണ്. പിന്നെ ഒരു 7 വെളുത്തുള്ളി അല്ലി, ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ലോണം അരയണം. നല്ലോണം തന്നെ അങ്ങനെ ഒരുവിധം നല്ലോണം അരഞ്ഞ് വരട്ടെ. കാരണം വലിയ മിക്സി ജാറിൽ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് നല്ലോണം അരിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ അത് ഒരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമുക്ക് ഈ ജാറിൽ തന്നെ 1/4 കിലോ ബോൺലെസ് ചിക്കനാണ്, അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, അതും ഒരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമുക്ക് ചീൻചട്ടി അടുപ്പത്ത് വെക്കാം. ചീൻചട്ടി ചൂടാകുന്നുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 100 ഗ്രാം ചെറിയുള്ളിയാണ്. വെളിച്ചെണ്ണ ചെറിയുള്ളി ശ്രദ്ധിക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും, പറയണ്ട, പഴയ ആളുകൾക്കെല്ലാം ഓർമ്മ ഉണ്ടാവും. പിന്നെ കറിവേപ്പില. ഇത് 3ഉം കൂടി നല്ല ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ആസ് യൂഷ്വൽ പറയുന്ന പോലെ ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടാൽ ഒരു 2 മിനിറ്റ് വാടിക്കിട്ടും. കണ്ടോ, ഏകദേശമായിട്ടുണ്ട്. ഇനി നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം കൂടി, ഉള്ളിയെല്ലാം കൂടി അരച്ച് വെച്ചിട്ടില്ല നമ്മൾ, അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഉള്ളീൻ്റെ എല്ലാം പച്ചമണം പോകുന്നവരെ ഒന്ന് വരട്ടെ. വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഹീപ്ഡ് ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ആദ്യം ഇളക്കി കൊടുക്കുക. അടിയല്ലേ കരിഞ്ഞു പോകും, പൊടികളല്ലേ. അപ്പം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ല മസാലകളുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കീമ, അത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ല, അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി മസാല ഇല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും കേട്ടോ. നല്ലോണം ഇളക്കി എല്ലാം വേറെ വേറെ ആയല്ലോ. ഇനി മുട്ട പൊരിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചിട്ട് നല്ലോണം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നല്ലോണം വെന്തോളും. വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളം ഏകദേശം വറ്റീന്. ഇനി ഇതൊന്ന് അത്ര വെള്ളം വറ്റിയാൽ മതി. ഇല്ലെങ്കിൽ ഇറക്കി വെച്ചാലും കട്ടിയുള്ള ചീൻചട്ടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കുമല്ലോ. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ കുറച്ച് കറിവേപ്പിലയും ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് ഒരു 1/4 ടീസ്പൂൺ അതും കൂടി ചേർത്തിട്ട് പിന്നെയും ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ സ്പൈസസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമുക്ക് ഈ അടുപ്പത്ത് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പോ കുരുമുളകോ വേണേൽ ചേർക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല, കാരണം അതിലെല്ലാം എല്ലാത്തിലും ഉപ്പും കുരുമുളകും എല്ലാം ഉണ്ടല്ലോ. ഒരു ദോശക്കല്ല്, സാധാരണ ഇരുമ്പിൻ്റെ കല്ലാണ് നല്ലത്. കാസ്റ്റ് അയണോ ഇരുമ്പിൻ്റെയോ അങ്ങനത്തെ നല്ലോണം വരുവാ ഈ ദോശ. നോൺ സ്റ്റിക്കിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഇതായിട്ട് എനിക്ക് തോന്നിയത്. ടേസ്റ്റാണേ ഞാൻ പറയുന്നത്. നല്ല ഒരു കുറച്ച് കട്ടിയിൽ തന്നെ ചൂടണേ ദോശ. നമ്മൾ സാധാരണ റോസ്റ്റൊന്നുമല്ല. ഇതിൻ്റെ മേലെ ഒന്ന് വാടി വരട്ടെ, ഒരു 1/2 മിനിറ്റ്, അതായത് 30 സെക്കൻഡ് ഒന്ന് മൂടി വെക്കാം. 30 സെക്കൻഡ് ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റെഡി. ഇനി നമ്മൾ ചിക്കൻ കീമ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതേപോലെ മുട്ട സ്പ്രെഡ് ചെയ്ത പോലെ തന്നെ ഇതും നമുക്കൊന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്തെടുക്കാം.
എന്നിട്ടൊരു മൂടി വെച്ചിട്ട് ഒരു 1.5 മിനിറ്റേ വേണ്ടു. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചോളേ. ഇതാ 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള അത് 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിന്നിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാ ഭാഗത്തു നിന്നൊന്ന് എണ്ണ ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചില സമയത്ത് കല്ലുമെന്ന് വിട്ട് വരുവാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എണ്ണ ആക്കിയത്. എന്നിട്ട് നല്ല കുറച്ച് ശ്രദ്ധിക്കണേ. സാധാരണ ഊത്തപ്പയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഓണിയനും ഊത്തപ്പയെല്ലാം ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ മറിച്ചിടുമ്പം തെറിച്ച് പോകാണ്ട് നോക്കണം. എന്നിട്ട് നല്ലോണം ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ കുത്തി കൊടുക്കുമ്പോൾ നല്ലൊരു ഒച്ചയായിരിക്കും ആദ്യം ഉണ്ടാവും. പിന്നെ ആ ഒച്ച കുറഞ്ഞ് വരും, വെള്ളം എല്ലാം വറ്റുമ്പോൾ. അപ്പോൾ ആ സമയത്ത് നല്ല ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് നല്ല എന്തൊരു മണമെന്നറിയോ. അതിങ്ങനെ പിന്നെ ഇനിയും ഇത് മൂടിയൊന്നും വെക്കണ്ട കേട്ടോ. കുത്തിക്കൊണ്ടേയിരിക്കണം, ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ ഇളകിപ്പോവും. കണ്ടോ, അടിപൊളി കളറല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.